ഹലോ, നമുക്കിന്ന് ഈ പടം ഒന്ന് വരച്ച് നോക്കിയാലോ? സിമ്പിളാണെന്നേ, എല്ലാവർക്കും പറ്റും. അപ്പോൾ ഓടിപ്പോയൊരു ബുക്കും പേനയൊക്കെ എടുത്തുകൊണ്ട് പോയോ നമുക്കങ്ങോട്ട് വരച്ച് കളയാം. ആദ്യം നമ്മൾ ഒരു റൗണ്ട് വരയ്ക്കുന്നുണ്ട്. അത് ഞാൻ പെൻസിൽ കൊണ്ടാണ് വരച്ചേക്കുന്നത്. റൗണ്ട് ഫുള്ള് വേണ്ട, ഹാഫ് പോർഷനാണ്. ഞാൻ രണ്ട് സൈഡിലും വരക്കണതുകൊണ്ട് രണ്ട് സൈഡിലും റൗണ്ട് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ലൈൻ ഇടുന്ന പരിപാടിയാണ്. ഈ ലൈൻ ഇടുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ ഇരിക്കാതെ ചെറുതും വലുതുമായിട്ട് രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്പേസ് വിട്ടിട്ട് വേണം അടുത്തത് വരയ്ക്കാൻ തുടങ്ങാൻ. അപ്പം അതും അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഒറ്റ വലുപ്പത്തിൽ വരച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് വരയ്ക്കണം. നിങ്ങൾ ഇതുപോലെ തന്നെ ശ്രമിക്കുക. ഇപ്പം ലൈൻ വരയ്ക്കണത് നമ്മൾ കൂട്ടിമുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിച്ച് ആകണം, കൂട്ടിമുട്ടാനും പാടില്ല. ഞാൻ ഇപ്പോഴും എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കേട്ട് മടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ. പിന്നെ നമ്മൾ ആ പെൻസിൽ കൊണ്ട് വരച്ച റൗണ്ട് നമ്മൾ മായ്ച്ചു കൊടുക്കുന്നുണ്ട്. മായ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെൽ പെന്ന് ഉണങ്ങിയിട്ടുണ്ടോ ഇല്ലേന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം മായ്ക്കാൻ, ഇല്ലെങ്കിൽ അവിടെ കീറിപ്പോകും. അത് കഴിഞ്ഞ് നമ്മൾ റെഡ് പെന്നാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് പെൻ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സ്കെച്ചായാലും എടുത്താൽ മതി. എന്നിട്ട് ആ ലൈനിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയായി. ഇത് കണ്ടോ, ലാസ്റ്റ് ലുക്കാണ്. എന്ത് രസമാണ്, അടിപൊളി ലുക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ സിമ്പിള്, കുറച്ച് നേരത്തെ പണിയേ ഉള്ളേ. ഈ ലൈൻ വരയ്ക്കണത് മാത്രം അത്ര ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.